ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ +2 കെമിസ്ട്രി പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, +2 കെമിസ്ട്രി ലാബിൽ 3 മണിക്കൂറാണ് എക്സാം ചെയ്യാനുള്ളത്, അല്ലെ? പ്രാക്ടിക്കൽ ചെയ്യാനുള്ളത് 3 മണിക്കൂറാണ്. പക്ഷേ ഇപ്പോഴത്തെ ഫോക്കസ് ഏരിയ അനുസരിച്ചുകൊണ്ടും ഈ കൊറോണ കാലത്തെ പരിഗണിച്ചുകൊണ്ടും നമുക്ക് വെറും 1.5 മണിക്കൂർ മാത്രമേ കെമിസ്ട്രി ലാബ് ചെയ്യാനുള്ളൂ. ആ 1.5 മണിക്കൂർ നമ്മൾ കെമിസ്ട്രി ലാബിൽ കയറിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഒന്ന്, ടൈട്രേഷൻ. അത് ആൽക്കലിമെട്രിയും ആവാം, അസിഡിമെട്രിയും ആവാം. വേറൊന്ന് സാൾട്ട് അനാലിസിസ് ആണ്. സാൾട്ട് ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സാൾട്ടിന്റെ പേര് മാത്രം പറഞ്ഞു തരും. അതിന്റെ ആനിയോണും കാറ്റിയോണും ടെസ്റ്റ് മാത്രം ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതിയാവും. അതിന്റെ റിപ്പോർട്ട് മാത്രം എഴുതി കൊടുത്താൽ മതി. അതിനുവേണ്ടി നമ്മൾ ആ സ്കീം വെറുതെ ഇരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, പലർക്കും ആ സ്കീം വളരെ ടഫായിട്ടാണ് തോന്നുന്നത്. അത്രയും കാര്യങ്ങൾ ഇരുന്ന് പഠിക്കണ്ടേ എന്നുള്ള കാര്യം. അതെങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിക്കാം, എങ്ങനെ വളരെ ഈസി ഓർത്തു വെക്കാം എന്നതിനെ കുറിച്ച് 2 വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് കയറി നോക്കുക. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈട്രേഷനെ കുറിച്ചാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ ടൈട്രേഷനിൽ പിപ്പറ്റ് ചെയ്യണം, ബ്യൂററ്റ് ചെയ്യണം. പിപ്പറ്റിൽ എന്താ എടുക്കുന്നത്, ബ്യൂററ്റിൽ എന്താണ് എടുക്കുന്നത്, ഇൻഡിക്കേറ്റർ ഏതാണ് യൂസ് ചെയ്യുന്നത്, കളർ ചേഞ്ച് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക, ഏത് വരെയാണ് റീഡിംഗ് കിട്ടുന്നുണ്ടായിരിക്കുക, 2 റീഡിംഗ് വ്യത്യസ്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മീൻ വാല്യൂ എടുക്കാതിരിക്കുന്നത്, കൺകോർഡന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊസീജിയറിൽ എന്താണ് എഴുതേണ്ടത്, തിയറിയിൽ എന്താണ് എഴുതേണ്ടത്, ടാബുലർ കോളം എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അതിൽ എഴുതേണ്ട കാൽക്കുലേഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് സാർ കാണാതെ പഠിക്കുക, അവസാനം കിട്ടുന്ന ആൻസർ എങ്ങനെയായിരിക്കും എന്നീ പറഞ്ഞ ഒരുപാട് ഡൗട്ട്സ് എന്നോട് ചോദിച്ചിരുന്നു ഒരുപാട് കുട്ടികൾ. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ +2 കെമിസ്ട്രി ലാബ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഈ ടൈട്രേഷനും കാൽക്കുലേഷനും എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. മാത്രമല്ല, ഈ ഒരു ക്ലാസ് കണ്ട് തീർക്കുന്നതോടെ ഇനി ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ പ്രാക്ടിക്കൽസ് നോക്കേണ്ട ആവശ്യം വരില്ല. ടൈട്രേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലാബിനകത്ത് കയറി കഴിഞ്ഞാൽ ടൈട്രേഷന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എയിം ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം മതി ബാക്കി എല്ലാ കാര്യവും നമ്മൾക്ക് ചെയ്യാനായിട്ടും. ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ടൈട്രേഷൻ വളരെ വൃത്തിയായിട്ട് ചെയ്യും. പിപ്പറ്റിൽ എന്താണ് എടുക്കേണ്ടത്, ബ്യൂററ്റിൽ എന്താണ് എടുക്കേണ്ടത്, ഇൻഡിക്കേറ്റർ എന്താണ് യൂസ് ചെയ്യുന്നത്, റീഡിംഗ് എത്രത്തോളം നമ്മൾക്ക് കിട്ടും, ആ റീഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫൈനൽ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നീ പറയുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് എന്നതാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അല്ലാതെ ചുമ്മാ കയറി ഇത് പഠിക്കണം എന്ന് പറയല്ല. 2 ഇക്വേഷൻ മാത്രം നിങ്ങൾ കാണാതെ പഠിക്കണം. ബാക്കി എല്ലാ സെറ്റാണ് മക്കളെ. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ആദ്യത്തെ തന്നെ ചെറിയ ബോട്ടിൽ എന്താണ്, വലിയ ബോട്ടിൽ എന്താണെന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ടീച്ചർ ഒന്നും പറഞ്ഞു തരില്ല. എയിമില്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാം. മക്കളെ നോക്കിക്കേ, ഇതാണ് ക്വസ്റ്റ്യൻ. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് HCl എന്നാണ് തരുന്നത് എങ്കിൽ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് ആദ്യം വായിക്കാം. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് HCl ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. You are provided with a standard solution of NaOH containing 3.9 gram per liter. ഇവിടെയുള്ള വാല്യൂസ് ഒക്കെ മാറ്റി തരും കേട്ടോ ഓരോരുത്തർക്കും. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം, എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് HCl ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് HCl മാസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ചെറിയ ബോട്ടിൽ എന്തായിരിക്കും മക്കളെ? ചെറിയ ബോട്ടിലാണ് HCl. ഉറപ്പിച്ചു, ചെറിയ ബോട്ടിൽ HCl ആണ്. ഉറപ്പിച്ചു. ആദ്യം തരുന്നത് എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് NaOH ആണ് തരുന്നെങ്കിലോ ചെറിയ ബോട്ടിൽ NaOH ആയിരിക്കും. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ആണെങ്കിലോ ചെറിയ ബോട്ടിൽ ഓക്സാലിക് ആസിഡ് ആയിരിക്കും. യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് എന്ന് പറഞ്ഞു തരില്ലേ, അതാണ് വലിയ ബോട്ടിൽ. അതൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ്. അത് നമ്മളൊന്നും തുടണ്ട. അത് അങ്ങനെ വെച്ചിട്ട് നേരെ ടൈട്രേഷനിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. വെള്ളം ചേർക്കരുത് എന്നർത്ഥം. കാരണം അതൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ്. അതിന്റെ വാല്യൂ നമ്മൾക്കറിയാം, 3.9 gram per liter. ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എന്താണോ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അത് ചെറിയ ബോട്ടിൽ, എന്താണോ കൂടെ തന്നിരിക്കുന്നത് അതാണ് വലിയ ബോട്ടിൽ. ഓക്കെ, നേരെ തിരിച്ചു തന്നാലേ നിങ്ങൾക്ക് അറിയണം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നേരെ തിരിച്ചു തരുന്നു എന്ന് വിചാരിക്കാം. നോക്കിയ മക്കളെ, എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ എന്നാണെങ്കിൽ ചെറിയ ബോട്ടിൽ NaOH. യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl എന്നാണെങ്കിൽ വലിയ ബോട്ടിൽ HCl. അതിന്റെ വാല്യൂ ഇവിടെ മാറുന്നതായിരിക്കും. ഓക്കെ, അത് നോട്ട് ചെയ്യുക. പിന്നെ നോക്കിക്കേ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് അറിഞ്ഞിരിക്കണം. ചെറിയ ബോട്ടിലിൽ എന്ത് തന്നാലും ശരി, ആസിഡോ ബേസോ, ചെറിയ ബോട്ടിൽ എന്ത് തന്നാലും ശരി, അതിനെ നിങ്ങൾ നേരെ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്നത് ചെറിയ ബോട്ടിൽ തന്നിരിക്കുന്നത് നേരെ ഏതിലോട്ട് മാറ്റാം? സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് മാറ്റുക. ഇവിടെ തന്നിരിക്കുന്ന ചെറിയ ബോട്ടിൽ നേരെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് മാറ്റുന്നു, വീണ്ടും വെള്ളം ഒഴിച്ച് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് മാറ്റുന്നു, വീണ്ടും വെള്ളം ഒഴിച്ച് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് മാറ്റുന്നു. എത്ര പേരെ മാറ്റണം? സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ വോള്യം എത്രയാണ് മക്കളെ? 100 ml. തന്നിരിക്കുന്ന സാമ്പിളിൽ വാട്ടർ ചേർത്ത് 100 ml മേക്ക് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡൈസേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് ചെറിയ ബോട്ടിൽ എന്ത് തന്നാലും ഒന്നും നോക്കാനില്ല, അതിനെ എടുത്ത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുക, വെള്ളം ചേർക്കുക. ഏതുവരെയാണ് മക്കളെ നമ്മൾ ചെയ്യേണ്ടത്? ഈ മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യണം? HCl അങ്ങോട്ട് നിറയ്ക്കണം. ചെറിയ ബോട്ടിൽ എന്താണോ തന്നിരിക്കുന്നത് അതിന് നമ്മൾ 100 ml പ്രിപ്പയർ ചെയ്യും.
100 ml പ്രിപ്പയർ ചെയ്തു. പലർക്കും ഇവിടെ തന്നിരിക്കുന്ന ഈ മാർക്ക് മുകളിലും താഴത്തേക്കായിട്ട് കിടക്കും, ഓരോ ലെവലിലായിരിക്കും. കാരണം ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ താഴത്തിൽ ആ ഭാഗം ഉണ്ടല്ലോ, അതിന് വലിപ്പം കൂടുതലാണെങ്കിൽ ഇവിടെയുള്ള മാർക്കിംഗ് താഴത്തായിരിക്കും. ആ വലിപ്പം ചെറുതാണെങ്കിലോ, ആ ഉണ്ട ചെറുതാണെങ്കിൽ നേരെ മുകളിലോട്ട് കയറും. ഓക്കെ, ആ മാർക്കിംഗ് വരെയാണ് നിങ്ങൾ മേക്ക് ചെയ്യേണ്ടത് സൊല്യൂഷൻ. ചെറിയ ബോട്ടിൽ തന്നെ നേരെ അതിലോട്ട് മാറ്റുന്നു, എന്ത് തന്നാലും ശരി ചെറിയ ബോട്ടിൽ തന്നെ നേരെ അതിലോട്ട് മാറ്റുന്നു, വെള്ളം ചേർക്കുന്നു, അപ്പോൾ കഴിഞ്ഞു. അപ്പൊ ഈ ചെറിയ ബോട്ടിൽ അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി എന്തുമാത്രമാണ് ബാക്കിയുള്ളത് നോക്കിക്കുക മക്കളെ. സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഇവിടെ ഉണ്ട്, പിന്നെ NaOH തൊടാതെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണ്, ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി ഏതാണ് പിപ്പറ്റ് ചെയ്യേണ്ടത്, ഏതാണ് ബ്യൂറട്ട് ചെയ്യേണ്ടത് എന്നാണ് വലിയ പ്രശ്നം, എല്ലാവർക്കും പ്രശ്നം. കാരണം ഓരോന്നിന്റെയും പ്രൊസീജിയർ വായിക്കുമ്പോൾ ഓരോ രീതിക്കായിരിക്കും, വായിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവുന്ന ഒരു പോർഷനാണിത്. അത് വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ തന്നിരിക്കുന്നതിൽ ആസിഡ് ഏതാണ് ബേസ് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ വലിയ ബോട്ടിൽ എന്താണ് തന്നിട്ടുള്ളത്, ഈ 100 ml പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾക്കത് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിപ്പറ്റും ബ്യൂററ്റും വളരെ ഈസിയാണ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണോ ആസിഡ് അതിനെ ഡയറക്റ്റ് ആയിട്ട് ബ്യൂററ്റിലോട്ട് ഒഴിക്കുക. ഏതാണോ ആസിഡ്, ഇതാണ് ആസിഡ് എങ്കിൽ ഓക്കെ, അതിനെ ഡയറക്റ്റ് ആയിട്ട് ബ്യൂററ്റിലോട്ട് ഒഴിക്കുക. ഇതാണ് ആസിഡ് എങ്കിൽ അതിനെ ഡയറക്റ്റ് ആയിട്ട് ബ്യൂററ്റിലോട്ട് ഒഴിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് ആൽക്കലിമെട്രിയും അസിഡിമെട്രിയും ഏത് വേണമെങ്കിലും തരാം. ഇപ്പോൾ തന്നിരിക്കുന്ന ഇതിൽ ഏതാണോ ആസിഡ്, സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലുള്ളതാണോ അല്ല കൂടെ തന്നിരിക്കുന്നതാണോ, ഇതിൽ ഏതാണോ ആസിഡ് അതിന് നേരെ ബ്യൂററ്റിലോട്ട് എടുക്കുക. ഏതാണ് മക്കളെ ഇതിൽ ആസിഡ്? HCl അല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. ഇതിന് നേരെ ഏതിലോട്ട് ഒഴിക്കുന്നു? ബ്യൂററ്റിലോട്ട് ഒഴിക്കുന്നു. ബ്യൂററ്റിന്റെ വോളിയം എത്രയാണ്? 50 ml. നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ വോളിയം എത്രയാണ്? 100 ml. അപ്പോൾ ഇതിൽ പകുതിയും ഏതിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും? ബ്യൂററ്റിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആസിഡ് ഏതാണോ അതിനെ ബ്യൂററ്റിലോട്ട് എടുക്കുക. ബ്യൂററ്റിന്റെ വോളിയം എത്രയാണെന്നുള്ളതൊക്കെ വൈവാ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആസിഡിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അടുത്തത് ബേസ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ഇതാണല്ലോ ബേസ് മക്കളെ, ഇതാണല്ലോ ബേസ്. ഈ ബേസിൽ നിന്നും 20 ml, ഇതിൽ ഏതാണോ ബേസ് അതിൽ നിന്നും 20 ml പിപ്പറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 20 ml പിപ്പറ്റ് ചെയ്യണം. പിപ്പറ്റ് യൂസ് ചെയ്യാനില്ലല്ലോ, പക്ഷെ പ്രൊസീജിയർ എഴുതുമ്പോൾ പിപ്പറ്റ് എന്ന് തന്നെ എഴുതണം. മെഷറിംഗ് ജാർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ 20 ml എടുക്കുന്നത്. എങ്ങനെയോ ബേസിന് 20 ml എടുക്കുക. ഞാൻ പറയുന്നത് പിപ്പറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, 20 ml പിപ്പറ്റ് ചെയ്തിട്ട് ഏതിലോട്ട് മാറ്റണം? നേരെ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് മാറ്റണം. ക്ലിയർ ആണോ? പറ്റുമെങ്കിൽ ഈ ഓരോ പോയിന്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെക്കുക. അപ്പോൾ ബേസ് ഏതാണോ ആ ബേസിനെ നേരെ 20 ml പിപ്പറ്റ് ചെയ്യും. പിപ്പറ്റ് ആയിരിക്കില്ല ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, മെഷറിംഗ് ജാർ യൂസ് ചെയ്തുകൊണ്ട് 20 ml ബേസ് എടുക്കുന്നു, അതിനെ നേരെ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് എടുക്കുന്നു. ക്ലിയർ ആണോ? അപ്പോൾ പിപ്പറ്റ് ചെയ്യേണ്ടത് ഏതാണ്, അഥവാ മെഷറിംഗ് ജാറിൽ എടുക്കേണ്ടത് എന്താണ്? ബേസ്. അത് ഏത് എക്സ്പെരിമെന്റ് ആണെങ്കിലും ശരി അത് ബേസ്. ബ്യൂററ്റിൽ ഏതാണ് എടുക്കേണ്ടത്? ആസിഡ്. എന്ത് തന്നാലും ശരി ആസിഡിന്റെ ബ്യൂററ്റിൽ എടുക്കുക. കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ഇനി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ബ്യൂററ്റ് അങ്ങനെ സ്റ്റാൻഡിലോട്ട് എടുത്ത് വെച്ചു. ഇനി നമ്മൾ അടുത്തതിൽ ചെയ്യുന്നത് എന്താണ്? ഈ കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിരിക്കുന്ന ബേസിലോട്ട് ഫിനോഫ്തലിൻ ചേർക്കണം. ബേസിലാണ് ഫിനോഫ്തലിൻ ചേർക്കുക. നോക്കിക്കോളൂ, ബേസിലാണ് ഫിനോഫ്തലിൻ ചേർക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് പിങ്ക് കളർ കിട്ടൂ. നിങ്ങൾ കോണിക്കൽ ഫ്ലാസ്കിൽ എന്തോ എടുത്തു, അതിനുശേഷം ഫിനോഫ്തലിൻ ചേർത്തു, ഒരു കളറും വന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഒന്നുകിൽ അത് പച്ചവെള്ളമായിരിക്കും അല്ലെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തെറ്റിയെന്ന് ഉറപ്പ് വരുത്താം. അയ്യോ കളർ വരുന്നില്ല, അപ്പോൾ ഞാൻ എടുത്തത് മാറിപ്പോയി. എന്താ? ഇതിനെ നേരെ ബ്യൂററ്റിലോട്ട് ഒഴിക്കുക, അതിന് നേരെ പിപ്പറ്റ് ചെയ്തെടുക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? തിരിഞ്ഞു പോയാലും അറിയാതെ തെറ്റിപ്പോയാലും മാറ്റിയെടുക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. കോണിക്കൽ ഫ്ലാസ്കിൽ ഫിനോഫ്തലിൻ ചേർത്താൽ കളർ ഉണ്ടാവുന്നില്ല എങ്കിൽ തെറ്റിപ്പോയെന്ന് അർത്ഥം. കാരണം നിങ്ങൾ എടുത്തിരിക്കുന്നത് ആസിഡിൽ ഫിനോഫ്തലിൻ ചേർത്താൽ കളർ ഉണ്ടാവില്ല. ബേസിലാണ് ഫിനോഫ്തലിൻ ചേർത്താൽ പിങ്ക് കളർ ഉണ്ടാവുന്നത്. അപ്പൊ തന്നെ ആരും അറിയാതെ നേരെ കളയുക, ഫിനോഫ്തലിൻ ചേർക്കുന്ന ബേസ് എടുത്ത് ഫിനോഫ്തലിൻ ചേർക്കുക, ടൈട്രേഷൻ. ഓക്കെ ആണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഫിനോഫ്തലിൻ ചേർക്കുന്നു, 1-2 ഡ്രോപ്പ്, ഒരുപാട് പേര് ഒഴിക്കരുത്, കളർ നല്ലപോലെ ഡാർക്ക് ആവും. അപ്പൊ നിങ്ങൾ 1-2 ഡ്രോപ്പ് മാത്രം ഒറ്റിക്കുന്നു, കളർ ചേഞ്ച് ഉണ്ടായി എന്ന് മനസ്സിലാക്കി നേരെ എന്ത് ചെയ്യുന്നു? ആ ബ്യൂററ്റിന് അടിയിൽ കൊണ്ടുവയ്ക്കുക. ബ്യൂററ്റ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അതിന് താഴെ കൊണ്ടുവച്ചു ഈ കോണിക്കൽ ഫ്ലാസ്ക് കൊണ്ടുവയ്ക്കുക. കോണിക്കൽ ഫ്ലാസ്ക് ഓരോരുത്തർക്കും ഓരോ വോളിയം ആയിരിക്കും. 250 ml ഉണ്ട്, 300 ml ഉണ്ട്, 50 ml 500 ml ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിക്ക്. അതുകൊണ്ട് ഒരു കോണിക്കൽ ഫ്ലാസ്കിന്റെ വോളിയം ചോദിക്കാവുന്നത് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന്റെ വോളിയം 100 ml, ബ്യൂററ്റിന്റെ വോളിയം 50 ml, പിപ്പറ്റിന്റെ വോളിയം 20 ml മതി. ഇത്ര മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇനി ബ്യൂററ്റിന് അടിയിൽ കൊണ്ടുവച്ച് എന്ത് ചെയ്യുന്നു? പതുക്കെ ഓപ്പൺ ചെയ്ത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട്, ഒരുമാതിരി കോർപ്പറേഷൻ പൈപ്പ് തുറക്കുന്ന പോലെ തുറന്ന് ചെയ്യരുത്, പതുക്കെ സമയം എടുത്ത് ചെയ്താലും മതി. ഓരോരോ ഡ്രോപ്പ് ആയിട്ട് വന്ന് വീഴുന്ന ഇങ്ങനെ നല്ലപോലെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ തുറന്ന് വെച്ചുകൊണ്ട് മിണ്ടാതെ കയ്യും കെട്ടി നിൽക്കരുത്. അങ്ങനെയും ചെയ്യരുത്. കാരണം ഏത് സമയത്താണ് കളർ ചേഞ്ച് ഉണ്ടാവുന്നത് നമുക്ക് അറിയത്തില്ല. പതുക്കെ മാത്രം തുറന്നിട്ട് ഓരോരോ ഡ്രോപ്പ് മാത്രം വീഴുന്നത് വരെ പതുക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇതാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഏതോ ഒരു ഡ്രോപ്പിൽ വെച്ച് പെട്ടെന്ന് ഈ പിങ്ക് കളർ എന്ന് പറയുന്നത് കളർലെസ് ആയിട്ട് മാറും. ആ പോയിന്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫിനോഫ്തലിൻ ചേർക്കുന്നത് തന്നെ. അത് കണ്ട് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? ഓഫ് ചെയ്യുന്നു. അപ്പോൾ ബ്യൂററ്റിൽ ഏതാണ് ഓഫ് എന്നുള്ള കാര്യം ആദ്യം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ബ്യൂററ്റ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. എങ്ങോട്ടേക്ക് തിരിച്ചാലാണ് അത് ടൈറ്റ് ആവുന്നത്, അതായത് ക്ലോസ് ആവുന്നത് എന്ന്. അല്ലാതെ പെട്ടെന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ടെൻഷൻ കാരണം പെട്ടെന്ന് തിരിക്കുന്നത് ഓപ്പൺ ചെയ്യലാണെങ്കിൽ ഒരുപാട് പോകും, റീഡിംഗ് എടുക്കുന്നത് തെറ്റും, പിന്നെ ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാം. ഇതുവരെ ഓക്കെ ആണോ? ക്ലോസ് ചെയ്തതിനു ശേഷം ബ്യൂററ്റ് റീഡിംഗ് നോക്കുക. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. അപ്പൊ ടാബുലർ കോളം വരയ്ക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മാർക്ക് ചെയ്ത് വെക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ കോണിക്കൽ ഫ്ലാസ്ക് ഉള്ളതിനെ എടുത്ത് കളയുക, നല്ലപോലെ വാഷ് ചെയ്യുക. വീണ്ടും ബേസിനെ പിപ്പറ്റ് ചെയ്ത് 20 ml എടുക്കുന്നു, ഫിനോഫ്തലിൻ ചേർക്കുന്നു, ബ്യൂററ്റ് വീണ്ടും ഫില്ല് ചെയ്യുന്നു, ആസിഡ് ഒഴിച്ച് ഫില്ല് ചെയ്യുന്നു, ടൈട്രേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ തവണ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ വാല്യൂ തന്നെ കിട്ടണം. ഐഡിയ മനസ്സിലായോ? കിട്ടണം. കിട്ടിയില്ലെങ്കിലോ സാർ? കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഇതേ കാര്യം മൂന്നാമത്തെ തവണ റിപ്പീറ്റ് ചെയ്യണം. അല്ലാതെ ആവറേജ് എടുക്കുന്ന പരിപാടി, മീൻ എടുക്കുന്ന പരിപാടി ഇതിലില്ല. ഫിസിക്സിലെ പോലെ 2 റീഡിംഗ് കിട്ടിയാൽ അല്ലെങ്കിൽ 3 റീഡിംഗ് കിട്ടിയാൽ അതിന്റെ മീൻ വാല്യൂ എടുക്കുന്നു എന്ന് അറിയാതെ പോലും ടീച്ചറോട് പറഞ്ഞു പോകരുത്. കൺകോർഡന്റ് വാല്യൂ കിട്ടണം, അതായത് ഒരേ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് കിട്ടണം. രണ്ടും ഒരേ വാല്യൂ ആവണം. അങ്ങനെ കിട്ടുന്നത് വരെ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനാണ് കൺകോർഡന്റ് വാല്യൂ. മീൻസ് അത് കിട്ടുന്നത് വരെ തന്നെ ചെയ്യണം. അല്ലാതെ ആവറേജ് എടുക്കുന്ന പരിപാടി ഇതിലില്ല. അറിയാതെ പോലും വൈവ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാൽ ഇത് തെറ്റി പറയരുത്. മീൻ വാല്യൂ എടുക്കുന്നു, ആവറേജ് എടുക്കുന്നു എന്ന് പറഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ടാബുലർ കോളം വരയ്ക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിയില്ലേ? ഇനി എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്, എന്താണ് നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യത്തിലോട്ട് കിടക്കാം. നിങ്ങൾ ടൈട്രേഷൻ ചെയ്യാനായിട്ട് ലാബിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് HCl എന്ന് പറയുന്നത്. അത് പല രീതിക്കായിരിക്കും. ഇവിടെയുള്ള HCl ഇവിടെയുള്ള NaOH ഈ വാല്യൂ മാത്രമേ മാറി മാറി തരുള്ളൂ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തരാം, വാല്യൂ മാറ്റിത്തരാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ടീച്ചർ പറയും, മക്കളെ ഞാൻ ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേപ്പറിലോട്ട് എയിം എന്ന് പറഞ്ഞ് എഴുതിക്കുന്നു. അപ്പോൾ എയിം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നിങ്ങളൊന്ന് പകർത്തി എഴുതുക. ഇനി അതിനുശേഷം ടീച്ചർ പറയുകയാണ്, ഈ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഈ എസ്റ്റിമേഷൻ, അത് ഈ ടൈട്രേഷന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതി തരൂ. ആദ്യത്തെ 5 മിനിറ്റിൽ അല്ലെങ്കിൽ 10 മിനിറ്റിൽ എഴുതി തരാനായിട്ട് പറയും. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെയില്ല മക്കളെ, തന്നിരിക്കുന്നതിനെ പരസ്പരം റിയാക്ട് ചെയ്യിപ്പിച്ചാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് എഴുതിയാൽ മതി. ഒരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് എന്താ കിട്ടുക? ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതല്ലാതെ വേറെ എന്ത് തന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോലെ റെഡിയാക്കി തരാം. ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്ത് എന്താ കിട്ടുക? സാൾട്ടും വാട്ടറും കിട്ടും. ആ ഒരു റിയാക്ഷൻ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി മക്കളെ. ഇവർക്ക് നിങ്ങൾ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കിയാൽ HCl പ്ലസ് NaOH, HCl പ്ലസ് NaOH എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടായിരിക്കുക? HCl H ഇല്ലേ, NaOH OH ഇല്ലേ, Hും OHും ചേർന്നാൽ എന്താണ് കിട്ടുക മക്കളെ? H2O അല്ലേ, H2O. ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? Naയും Cl. NaCl കൂടുതലും ഇത് തന്നെയാണ് എക്സാമിന് വരാൻ സാധ്യതയില്ല. അത് എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് NaOH എന്നൊക്കെയാണ് തരാൻ സാധ്യതയുള്ളത്. എന്ത് തന്നാലും ശരി, ആസിഡും ബേസും റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സാൾട്ടും വാട്ടറും കിട്ടും. അപ്പോൾ ആസിഡിൽ H എടുക്കുന്നു, ബേസിൽ OH എടുക്കുന്നു, അത് വാട്ടറായി. ബാക്കിയുള്ള ആൾക്കാരെ തമ്മിൽ ചേർത്താൽ സാൾട്ടുമായി. ഇതല്ലാതെ മറ്റൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ KOH ആണ് നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിക്കുക. KOH പ്ലസ് HCl ആണ്, അല്ലെങ്കിൽ വേണ്ട HNO3 ആണ് തന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? KOHും HNO3 തന്നതെങ്കിൽ, ഒരു പക്ഷെ തന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇതിൽ OHും അതിലെ Hും കൂടെ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? വാട്ടർ കിട്ടിയല്ലേ? ഇതിൽ OHും പോയി, ഇതിൽ Hും പോയി, അങ്ങനെ ഒരു വാട്ടർ മോളിക്കൂൾ. ബാക്കിയുള്ള ആൾക്കാരാണ് Kയും NO3 ബാക്കി നിൽക്കുന്നത് സാർ. അപ്പൊ KNO3 ആണ്, KNO3 പ്ലസ് H2O. ഇതാണ് തിയറി. ഈ കെമിക്കൽ റിയാക്ഷൻ അങ്ങോട്ട് എഴുതി കൊടുത്താൽ എന്തായി? സംഭവം സെറ്റായി, തിയറി കഴിഞ്ഞു. അത് തന്നെ നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല. തന്നിരിക്കുന്ന ആൾക്കാരെ വെച്ച് റിയാക്ട് വെച്ച് വാട്ടർ എഴുതുക, ബാക്കിയുള്ള ആൾക്കാർ സാൾട്ട് എഴുതുക, കഴിഞ്ഞ പരിപാടി. അതിനൊരു മാർക്കായോ? ഇനി പ്രൊസീജിയർ എഴുതണം. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞില്ല, അത് തന്നെയാണ് പ്രൊസീജിയർ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഇട്ട് തട്ടിയാൽ മാത്രം മതി. വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ചെറിയ സാമ്പിളിനെ നമ്മൾ മനസ്സിലാക്കുന്നു അത് HCl ആണ് എന്നുള്ളത്. HCl നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു. അതിനുശേഷം HCl ബ്യൂററ്റിൽ എടുക്കുന്നു. 20 ml ഓഫ് NaOH പിപ്പറ്റ് ചെയ്യുന്നു, കോണിക്കൽ ഫ്ലാസ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഫിനോഫ്തലിൻ ചേർക്കുന്നു, ടൈട്രേറ്റ് ചെയ്യുന്നു, കൺകോർഡന്റ് വാല്യൂ കിട്ടുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്നു. അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിക്കൊന്ന് എഴുതി കൊടുത്താൽ മതി. പക്ഷെ അതിൽ ഈ ഞാൻ പറയുന്ന 4 പോയിന്റുകൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള കാര്യം വായിച്ചെടുക്കാൻ പറ്റിയോ പറ്റിയില്ല, അത് വിഷയമല്ല. ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് കിട്ടും.
ഈ പ്രൊസീജിയറും പ്രിൻസിപ്പിളും എഴുതുന്നതിന് 3 മാർക്കാണ്. ആ 3 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ടൈട്രേഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തതാണ് എന്നും നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്നും വരുന്ന ടീച്ചർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പ്രൊസീജിയർ എഴുതി കൊടുക്കാനല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഈ പോയിന്റുകൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് പിപ്പറ്റ് ചെയ്യുന്നത്, എന്താണ് ബ്യൂററ്റ് ചെയ്യുന്നത്, ഏതാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് അതിന്റെ കളർ ചേഞ്ച് എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ആവശ്യം. ഓക്കെ മക്കളെ, നോക്കി ഇപ്പൊ നമ്മൾ ചെയ്തതിൽ സൊല്യൂഷൻ ഇൻ പിപ്പറ്റിൽ എന്താ എടുത്ത് ഒരു പ്രശ്നം നിങ്ങൾ ഒന്നും ആലോചിക്കാനില്ല. പിപ്പറ്റിൽ എപ്പോഴും ബേസ് അല്ലേ എടുക്കുക. തന്നിരിക്കുന്നതിൽ ബേസ് ഏതാണ്? NaOH ആണ്. എന്താണിത്? NaOH. കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പോലെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത് മാത്രം നമ്മൾക്ക് അറിഞ്ഞാൽ മതി. ഇനി സൊല്യൂഷൻ ഇൻ ബ്യൂററ്റിൽ ഏതാ എടുക്കുക? ആസിഡ്. ഏതാണ് ഇവിടുത്തെ ആസിഡ്? HCl ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ കാര്യം കോൺസെപ്റ്റ് മനസ്സിലായോ? ഇൻഡിക്കേറ്റർ യൂസ്ഡ്. ഏത് ഇൻഡിക്കേറ്ററാണ് നമ്മൾ യൂസ് ചെയ്തത്? ഫിനോഫ്തലിനല്ലേ? ഓക്കെ, ഫിനോഫ്തലിൻ അല്ലാതെയുള്ള മീഥൈൽ ഓറഞ്ച് ഒരു ഇൻഡിക്കേറ്റർ ആണ്. അത് ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. മീഥൈൽ ഓറഞ്ച് എവിടെ ഉണ്ടായിരിക്കില്ല, ആർക്കും ഇപ്പൊ ചെയ്യാനുണ്ടായിരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ കളർ ചേഞ്ച് മനസ്സിലാക്കുക. ഫിനോഫ്തലിന്റെ കളർ ചേഞ്ച് എന്ന ഏത് വരെയാണ് നമ്മൾ ടൈട്രേഷൻ നടത്തുന്നത്? ഈ പിങ്ക് കളർ ഡിസപ്പിയർ ആകുന്നവരെ അല്ലെ? പിങ്ക് ടു കളർലെസ്. പിങ്ക് ടു വൈറ്റ് കളർ എന്ന് എഴുതുന്നത് തെറ്റാണ്. പിങ്ക് ടു കളർലെസ് എന്ന് തന്നെ എഴുതണം. ഓക്കെ, പിങ്ക് ടു കളർലെസ്. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക്. ഇവിടെ തന്നിരിക്കുന്ന പ്രിൻസിപ്പളിന് 1 മാർക്കാണ്. ഇവിടെയുള്ള താഴത്തുള്ള 4 കാര്യങ്ങൾക്ക് 1.5 മാർക്ക് വീതം 2 മാർക്കാണ്. ടോട്ടലായിട്ട് 3 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടി. ആദ്യത്തെ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ ഇതാണ് നിങ്ങളോട് എഴുതി കൊടുക്കാനായിട്ട് പറയുക. ഈ പേപ്പർ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു, ടീച്ചർക്ക് കൊടുത്തു. അതിനുശേഷം ടീച്ചർ പറയുന്നു, മക്കളെ നിങ്ങളൊക്കെ ടൈട്രേഷൻ ചെയ്തോളൂ. എല്ലാവരോടും ടൈട്രേഷൻ ചെയ്യാൻ പറഞ്ഞു. എങ്ങനെയാണ്, എന്താണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തില്ലേ? വീണ്ടും ആ ഒരു പോർഷൻ നിങ്ങൾ എടുത്തു നോക്കുക, എങ്ങനെയാണ് ടൈട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അങ്ങനെ നിങ്ങൾക്ക് ടൈട്രേഷൻ നടത്തിയിട്ട് കിട്ടുന്ന വാല്യൂ റെക്കോർഡ് ചെയ്യേണ്ടേ. അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന ഒബ്സർവേഷന്റെ ടാബുലർ കോളം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. നോക്കി ഇതാ ഇത്ര ഒരു വലിയൊരു ബോക്സ് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. ഒരു മിനിറ്റ്. ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾ വരയ്ക്കും. ഈ ബോക്സ് വരച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ക്രമ നമ്പർ ഇടാനാ. എത്ര തവണ നിങ്ങൾ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഇരുന്നതാ. പിന്നെ അത് നേരെ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കുക. ബാക്കിയുള്ള പോർഷനില്ലേ, ബാക്കിയുള്ള റൈറ്റ് സൈഡിലെ പോർഷനില്ലേ, അതിന് നിങ്ങൾ 3 ഡിവൈഡ് ചെയ്യുക. 1, 2 ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്തു. 3 പീസാക്കി മാറ്റി. ഇടയിലുള്ളതിന് മാത്രം ഇങ്ങനെ ഒരു 2 പീസാക്കുക. ഇതുവരെ ഓക്കെ ആണോ? അതിനെ വീണ്ടും 2 പീസാക്കുക. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ ടാബുലാർ കോളം വ്യക്തമാണോ? ഇത്രയേ ഉള്ളൂ. ഇനി ഓരോ ബോക്സിലും എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, ആദ്യം ക്രമ നമ്പറാണ് എഴുതുന്നത്. SL നമ്പർ എന്ന് നമുക്ക് ആദ്യം ഇവിടെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ബോക്സിൽ NaOHന്റെ വോള്യൂം ആണ്. വോള്യൂം ഓഫ് ബേസ്, ഏത് ബേസ് ആണോ തന്നിരിക്കുന്നത്, വോള്യൂം ഓഫ് NaOH. ഇനി അതിനുശേഷം എഴുതുന്നത് ബ്യൂററ്റ് റീഡിംഗ് ആണ്. ബ്യൂററ്റ് റീഡിംഗ് എഴുതുന്നു. ബ്യൂററ്റ് റീഡിംഗ് ഇനീഷ്യൽ എന്തായിരുന്നു, ഫൈനൽ എന്തായിരുന്നു എന്ന് കൂടെ നോട്ട് ചെയ്യണം. ഇനീഷ്യലും ഫൈനൽ നോട്ട് ചെയ്തു. ഇനി ലാസ്റ്റ് NaOHന്റെ വോള്യൂം നമ്മളായിട്ട് എടുക്കുന്നതാണല്ലോ, അതറിയാം. ഈ ബ്യൂററ്റ് റീഡിംഗിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ, ആസിഡിന്റെ വോള്യൂം ആണ്. അതുകൊണ്ട് തന്നെ വോള്യൂം ഓഫ് ആസിഡ്. ഏതാ വോള്യൂം ഓഫ് ആസിഡ്? ആസിഡ് ഏതാ? HCl അല്ലേ? വോള്യൂം ഓഫ് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. വോള്യൂം മാത്രം പോരാ, വോള്യൂം ഓഫ് HCl എന്ന് തന്നെ എഴുതണം. ഏതാണോ ആസിഡ് അത് തന്നെ എഴുതണം. ഇനി 1ാമത്തെ തവണ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ NaOH പിപ്പറ്റ് ചെയ്ത് എത്രയാ, അല്ലെങ്കിൽ മെഷറിംഗ് ജാറിൽ എടുത്തത് എത്ര വോള്യൂം ആയിരിക്കും? 20 ml. പിപ്പറ്റിന്റെ വോള്യൂം 20 ml അല്ലേ? അപ്പോൾ 20 ml നിർബന്ധമായി വേണം. കാരണം വോള്യൂം ഓഫ് NaOH എന്നാണ് ഹെഡിങ്, വോള്യൂം ഉണ്ട്. അതുകൊണ്ട് തന്നെ ml എന്ന് വേണം. 20 ml. ബ്യൂററ്റ് റീഡിംഗ് ആദ്യം നമ്മൾ ബ്യൂററ്റ് റീഡിംഗ് സെറ്റ് ചെയ്യുന്നത് എത്രയാണ്? ഫുള്ളായിട്ട് അങ്ങോട്ട് നിറയ്ക്കും അല്ലേ? 0 മാർക്കിംഗ് വരെയാണ് നിറയ്ക്കുന്നത്. അപ്പൊ ഇനീഷ്യലി എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് 0 ആണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 ആണ്. അതിനുശേഷം നിങ്ങൾ ടൈട്രേഷൻ വാല്യൂ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇടുന്നത് 23 ആണ്, അല്ലെങ്കിൽ 23 ആണ് എന്ന് വിചാരിക്കും. 23 ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കും. 23 എന്ന് മാത്രം എഴുതാൻ പോലും മില്ലിലിറ്റർ വേണ്ട. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? 2ാമത്തെ തവണ ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യും. 2ാമത്തെ തവണയും നമ്മൾ എടുക്കുന്നത് എന്താണ്? 20 ml ആണ്. ആ കോണിക്കൽ ഫ്ലാസ്കിലുള്ളതിനെ വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം വീണ്ടും നമ്മൾ 20 ml തന്നെയാണ് പിപ്പറ്റ് ചെയ്യുന്നത്. ഇനി ബ്യൂററ്റ് നമ്മൾ ആദ്യം മുതൽ ഫില്ല് ചെയ്തു. ബ്യൂററ്റ് വീണ്ടും നമ്മൾ ഫില്ല് ചെയ്ത് 0 വരെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇനീഷ്യൽ എത്രയാണ്? 0 ആണ്. 2ാമത്തെ തവണ നിങ്ങൾ ചെയ്തപ്പോൾ 23 തന്നെ കിട്ടിയെങ്കിൽ ഓക്കെ. 23 തന്നെ കിട്ടിയെങ്കിൽ ഓക്കെ. ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് 22 ആണ് എന്ന് വിചാരിക്കുക. രണ്ടും വേറെ വേറെ റീഡിംഗ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കൺകോർഡന്റ് വാല്യൂ കിട്ടിയിട്ടില്ല. രണ്ടും ഒരേ വാല്യൂ കിട്ടണം. അതാണ് കൺകോർഡന്റ് വാല്യൂ. കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യണം. 3ാമത്തെ തവണ റിപ്പീറ്റ് ചെയ്യുന്നു.
20 ml വീണ്ടും പിപ്പറ്റ് ചെയ്യുന്നു. 20 ml പിപ്പറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ബ്യൂറട്ടിൽ എടുക്കാൻ മാത്രം അവിടെ HCl ബാക്കിയുണ്ടോ എന്നതായിരിക്കും പലർക്കും പ്രശ്നം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ വാല്യൂ സെയിം ആക്കത്തക്ക രീതിയിൽ ചെയ്യുക. ട്രിക്ക് മനസ്സിലായോ? ഓക്കെ. അല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പക്ഷെ ബ്യൂറട്ട് റീഡിങ് ഫുൾ ആയില്ല എന്ന് വിചാരിക്കാം. ഒരു 5ലോ അല്ലെങ്കിൽ 10ലോ കൊണ്ട് നിർത്തിയാൽ മതി. അപ്പോൾ ഇനീഷ്യൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10 എന്ന് കൊടുക്കുന്നു. ഫൈനൽ റീഡിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 33 ആയിരിക്കും. അപ്പോൾ എത്ര ബ്യൂറട്ടിലെ ആസിഡ് യൂസ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാം. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കും. ഇനീഷ്യൽ റീഡിംഗ് ഫുൾ ആയിട്ട് ഫിൽ ചെയ്തു, 0 തന്നെയാണ്. ഫൈനൽ റീഡിംഗ് നിങ്ങൾക്ക് 22 എന്ന് കിട്ടി. അപ്പോൾ എന്ത് മനസ്സിലായി? 2 റീഡിംഗ് ഒരേപോലെ വന്നു. സാർ ഈ 3 റീഡിംഗ് കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആവറേജ്, അങ്ങനെയല്ല, ആവറേജ് മീനും എടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. ഇവിടെ 2 വാല്യൂ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്? 22. അപ്പോൾ വോളിയം ഓഫ് HCl എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 22 ml. അപ്പോൾ ടാബുലാർ കോളം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ 2 തവണ ഇപ്പോൾ 23 എന്ന് ആദ്യം നിങ്ങൾക്ക് കിട്ടി, വീണ്ടും 23 തന്നെ കിട്ടിയെങ്കിൽ ഇവിടെ 23 ml എന്ന് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ ബോക്സിൽ ഈ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഓരോ റീഡിംഗ് എഴുതരുത്. ഈ ഒരു ബോക്സിൽ ഒരൊറ്റ റീഡിംഗ് മാത്രമേ പാടുള്ളൂ. അത് ഏതായിരിക്കണം? ഇവിടെ കിട്ടുന്ന 2 റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും. അപ്പോൾ ടാബുലർ കോളത്തെ കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഏതിലോട്ട് കടക്കാം? കാൽക്കുലേഷൻസിലോട്ട് കടക്കാം. ഓക്കെ, കാൽക്കുലേഷൻസിൽ 2 ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. ഒന്ന് ഈ നോർമാലിറ്റി ഇക്വേഷൻ ആണ്. ഈ നോർമാലിറ്റി ഇക്വേഷൻ ഒന്ന് തന്നെ ഇല്ല മക്കളെ. ആസിഡിന്റെ വോള്യവും ആസിഡിന്റെ നോർമാലിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ബേസിന്റെ വോള്യവും ബേസിന്റെ നോർമാലിറ്റിയോട് മൾട്ടിപ്ലൈയോട് ഈക്വൽ ആയിരിക്കും. നോക്കിക്കേ, വോള്യൂം ഓഫ് ആസിഡ് ഇൻറ്റു നോർമാലിറ്റി ഓഫ് ആസിഡ്. ആസിഡിന്റെ വോള്യൂം നോർമാലിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ബേസിന്റെ വോള്യൂം ഇൻറ്റു ബേസിന്റെ നോർമാലിറ്റി, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അത് രണ്ടും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കഴിഞ്ഞു. എത്ര ഈസി. ആസിഡിന്റെ വോള്യൂം ഇൻറ്റു ആസിഡിന്റെ നോർമാലിറ്റി. റൈറ്റ് സൈഡ് എന്താ? ബേസിന്റെ വോള്യൂം ഇൻറ്റു ബേസിന്റെ നോർമാലിറ്റി. ഇവിടെ ആസിഡ് ഏതാണ്? HCl ആണ്. ബേസ് ഏതാണ്? NaOH ആണ്. കഴിഞ്ഞു. ഈ ആസിഡിന്റെ സ്ഥാനത്ത് HCl എന്ന് കൊടുക്കുന്നു, ബേസിന്റെ സ്ഥാനത്ത് NaOH എന്ന് കൊടുക്കുന്നു. ആ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതി. അതിനോടൊപ്പം തന്നെ നോർമാലിറ്റിക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് മാസ്. മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് മാസ്. ഈ 2 ഇക്വേഷൻ അറിയാവോ നിങ്ങൾക്ക്? ഈ കാൽക്കുലേഷൻ വളരെ വളരെ ഈസിയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ എന്ത് വേണം എഴുതാൻ, എങ്ങനെയാണ് ഒരു ഓർഡർ കറക്റ്റായി പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. ഇന്ന് തന്നെ നിങ്ങൾ ഇത് പഠിച്ചു കഴിയും. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻസിലോട്ട് കിടക്കുകയാണ് മക്കളെ. കാൽക്കുലേഷൻസിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, എയിമിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്. നോക്കിയേ, എയിമിൽ ഇവിടെ ഒരു വിഷയം തന്നിട്ടുണ്ട്. 3.9 gram per liter. ഏതിന്റെ? NaOHന്റെ കാര്യമാണ്. NaOHന്റെ മാസ് പെർ ലിറ്റർ ആണ് തന്നിരിക്കുന്നത്. ഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റാ? മാസ് പെർ ലിറ്റർ ആണ്. മാസ് പെർ ലിറ്ററിന്റെ യൂണിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആരുടെ? NaOHന്റെ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കാൽക്കുലേഷനിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം എഴുതുന്ന കാര്യം എന്താണ് നോക്കിക്കേ മക്കളെ. മാസ് പെർ ലിറ്റർ ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. മാസ് പെർ ലിറ്റർ ഓഫ് ഏതിന്റെ മക്കളെ? NaOHന്റെ. തന്നിരിക്കുന്നത് അതാണല്ലോ. NaOH എന്തിന്റെയാണോ തന്നിരിക്കുന്നത് അത് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. മാസ് പെർ ലിറ്റർ ഓഫ് NaOH ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 3.9 gram per liter. ഓക്കെ, 3.9 gram per liter ആണ് തന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ എഴുതേണ്ടത്, ഇത് എഴുതി കഴിഞ്ഞാൽ തൊട്ട് താഴെ എഴുതേണ്ടത് ഇതിന്റെ ഇക്വാലന്റ് മാസ് ആണ്. ഇക്വാലന്റ് മാസ് ഓഫ് NaOH. എന്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്, ഒന്ന് സഹിക്കുക കേട്ടോ. ഇക്വാലന്റ് മാസ് ഓഫ് NaOH. ഈ NaOHന്റെയും ഏതിന്റെയും ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് അറിയാവോ? അപ്പോൾ നോക്കിക്കേ മക്കളെ, NaOH എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോളിക്കുലാർ മാസ് ആദ്യം കണ്ടുപിടിക്കുക. Na എന്ന് പറഞ്ഞാൽ 23 ആണ്, O എന്ന് പറഞ്ഞാൽ 16 gram ആണ്, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 gram ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന 40 gram ആണ്. ഓക്കെ, 40 gram ഡിവൈഡഡ് ബൈ കാറ്റയോണിന്റെ ചാർജ്. ഇവിടെ കാറ്റയോണിന്റെ ചാർജ് ചെയ്താൽ Na പ്ലസ് അല്ലേ, ഒരു പ്ലസ് അല്ലേ ഉള്ളൂ. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു എന്താണ്? 40 gram. നേരെ മറിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇക്വലന്റ് മാസ് ഓഫ് HCl ആണ് വേണ്ടത് എങ്കിൽ എന്തായിരിക്കും? HCl എന്ന് പറയുമ്പോൾ Hന്റെ മാസ് എന്ന് പറഞ്ഞാൽ 1 gram ആണ്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 35.5 gram ഈക്വൽ ടു എന്തായിരിക്കും? 36.5 ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും മക്കളെ? ഹൈഡ്രജൻ ചാർജ് പ്ലസ് 1 അല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു എത്രയാണ്? 36.5 ആണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ H2SO4 ഒരു പക്ഷേ H2SO4 കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കുക? മോളാർ മാസ് ആദ്യം കണ്ടുപിടിച്ച് ഹൈഡ്രജന്റെ മാസ് എന്ന് പറഞ്ഞാൽ 2 gram ആണ്, സൾഫറിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 32 gram ആണ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓരോ ഓക്സിജന് 16 gram ആണ്. 4 ഓക്സിജൻ ആകുമ്പോൾ 64 gram എന്ന് വരും. 64, 32 രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് 98 gram എന്ന് വരും. 98 gram ഡിവൈഡ് ബൈ എത്ര ചെയ്യേണ്ടി വരും മക്കളെ? H2SO4 ഇല്ലേ, ഹൈഡ്രജന്റെ ചാർജ് 1+ ആണ്. അങ്ങനത്തെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതായത് 2+ ആണ് കാറ്റയോണിന്റെ ചാർജ്. അതുകൊണ്ട് ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 49 gram എന്ന് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക് ഇക്വലന്റ് മാസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്?
മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് കാറ്റഗൺ. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ ഈക്വലന്റ് മാസ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഈക്വലന്റ് മാസ് ഒക്കെ വളരെ ഈസിലി കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ ഈക്വലന്റ് മാസ് ഓഫ് NaOH എത്ര കിട്ടി മക്കളെ? നമ്മൾക്ക് 40 ഗ്രാം എന്ന് കിട്ടി. യൂണിറ്റ് നിർബന്ധമാണ് കേട്ടോ. ചുമ്മാ കയറി 40 നിട്ടു എന്ന് പറഞ്ഞാൽ ടീച്ചർ വെട്ടി ലാസ്റ്റ് മാർക്ക് പിടിക്കും. നമ്മളോടൊന്നും പറയത്തില്ല, പക്ഷേ ടീച്ചർ മാർക്ക് പിടിക്കും. യൂണിറ്റ് ഇട്ടില്ല എന്ന് പിന്നീടായിരിക്കും റീസൺ പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ 40 ഗ്രാം എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? മാസ് പെർ ലിറ്റർ തന്നിട്ടുണ്ട്, തൊട്ട് താഴെ തന്നെ ഈക്വലന്റ് മാസം എഴുതി കഴിഞ്ഞു. അതിനുശേഷം എഴുതേണ്ടത് എന്താണെന്ന് അറിയാവോ? ഈ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ കണ്ടോ? ഈ ഇക്വേഷൻ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ അറിയാം മക്കളെ? മാസ് പെർ ലിറ്റർ അറിയാം, ക്വസ്റ്റനിലുണ്ട്. ഈക്വലന്റ് മാസ് നമ്മൾക്കറിയാം, അത് രണ്ടും എഴുതി വെച്ചില്ലേ? ഇനി നോർമാലിറ്റി കണ്ടുപിടിക്കുക. എന്തിന്റെ? ഈ NaOHന്റെ. കൂടെ തന്നിരിക്കുന്നവൻ ആരോ അവന്റെ NaOH വളരെ ഈസിലി കണ്ടുപിടിക്കാം ഡയറക്റ്റ് ആയിട്ട്. അതിപ്പോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. എന്താണ്? നോർമാലിറ്റി ഓഫ് NaOH. നോർമാലിറ്റി ഓഫ് NaOH ഈക്വൽ ടു എത്രയായിരിക്കും മക്കളെ? എന്ത് ഡിവൈഡഡ് ബൈ എന്ത്? മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഈക്വലന്റ് മാസ് ആണ് അല്ലേ? മാസ് പെർ ലിറ്റർ ഇക്വേഷനൊക്കെ നിർബന്ധമാണ് കേട്ടോ. ഇക്വേഷനൊക്കെ എഴുതണം, മനക്കണക്കെ ചെയ്ത് വെച്ച് പോകരുത്. മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് മാസ് ഈക്വൽ ടു മാസ് പെർ ലിറ്റർ എത്രയാണ് മക്കളെ? ഞാനും കാൽക്കുലേറ്റർ നിങ്ങളോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. മാസ് പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.9 ആണ്. 3.9 ഡിവൈഡഡ് ബൈ 40 ഈക്വൽ ടു എത്രയാണ് കിട്ടുക? 3.9 ഡിവൈഡഡ് ബൈ 40 ഈക്വൽ ടു 0.0975. 0.0975. അത്രയും n എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ അല്ല, നോർമാലിറ്റിയുടെ യൂണിറ്റ് ആണ് ക്യാപിറ്റൽ N. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? കൂടെ തന്നിരിക്കുന്ന ആളുടെ നോർമാലിറ്റി കണ്ടുപിടിച്ചു. മതി. ഇത് മൂന്നെണ്ണം എഴുതി കഴിഞ്ഞാൽ മാസ് പെർ ലിറ്റർ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്, ഈക്വലന്റ് മാസ് നമ്മൾക്കറിയാം. ഇത് രണ്ടിൽ നിന്നും നമ്മൾ നോർമാലിറ്റി കണ്ടുപിടിച്ചു. മതി, കഴിഞ്ഞു. 3 സ്റ്റെപ്പ് കിട്ടിയോ? ഇനി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വോള്യങ്ങൾ എഴുതാം. വോള്യൂം ഓഫ് NaOH വോള്യൂം ഓഫ് HCl നമ്മൾക്കറിയാം. ഇനി അടുത്തത് 4ാമത്തെ സ്റ്റെപ്പും 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? രണ്ടുപേരുടെയും വോള്യൂം. ഓക്കെ, രണ്ടുപേരുടെയും വോള്യൂം ഞാൻ എഴുതി കൊടുക്കുന്നു. വോള്യൂം ഓഫ് NaOHന്റെ വോള്യൂം എന്താണ് മക്കളെ? NaOHന്റെ വോള്യൂം നമ്മൾ പിപ്പറ്റ് ചെയ്തതല്ലേ? NaOH എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, ബേസിനെയാണ് നമ്മൾ പിപ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ വോള്യൂം ഓഫ് NaOH എത്രയായിരിക്കും? 20 ml ആയിരിക്കും. അത് റെഡിയായി. ഇനി അടുത്തത് എന്താണ്? വോള്യൂം ഓഫ് HClന്റെ വോള്യൂം അല്ലേ നമ്മൾ ടൈട്രേഷനിലൂടെ ചെയ്ത് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്തത് തന്നെ. HClന്റെ വോള്യൂം എത്രയാണ്? 22 അല്ലേ? റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ്? 22 മില്ലി ലിറ്റർ ആണ്. അത് നമ്മൾ ഇവിടെ എഴുതുന്നു. 22 മില്ലി ലിറ്റർ വോള്യൂം എഴുതി. 5 കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി ആ നോർമാലിറ്റി ഇക്വേഷൻ ഒന്ന് ഓർത്തെടുത്തേ. നോർമാലിറ്റി ഇക്വേഷൻ നമ്മൾ ആരുടെ മാസാണ് കണ്ടുപിടിക്കുന്നത്? HClന്റെ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. HClന്റെ വോള്യൂം ഇൻറ്റു HClന്റെ നോർമാലിറ്റി എന്തായിരിക്കും? നോർമാലിറ്റി ഓഫ് HCl ഇൻറ്റു വോള്യൂം ഓഫ് HCl ഈക്വൽ ടു എന്തായിരിക്കും? നോർമാലിറ്റി ഓഫ് ബേസ് NaOH ഇൻറ്റു വോള്യൂം ഓഫ് NaOH. മനസ്സിലായോ? ആസിഡിന്റെ നോർമാലിറ്റിയും ആസിഡിന്റെ വോള്യൂം മൾട്ടിപ്ലൈ ചെയ്താൽ ബേസിന്റെ നോർമാലിറ്റിയും ബേസിന്റെ വോള്യൂം കൂടെ മൾട്ടിപ്ലൈ ചെയ്തോട് ഈക്വൽ ആയിരിക്കും. ഇതിൽ നോക്കിക്കേ, ഇതിൽ ആരെയൊക്കെ നമ്മൾക്ക് അറിയാം? വോള്യൂം ഓഫ് NaOH അറിയാം, 20 ml. വോള്യൂം ഓഫ് ആസിഡ് അറിയാം, 22 ml. നമ്മൾ കണ്ടുപിടിച്ച് നോർമാലിറ്റി ഓഫ് NaOH അതല്ല നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് നോർമാലിറ്റി ഓഫ് NaOH. ഇനി ആരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നോർമാലിറ്റി ഓഫ് HCl. ആരുടെ മാസാണോ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് അവന്റെ നോർമാലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് HCl എന്ന് പറഞ്ഞാൽ HClന്റെ നോർമാലിറ്റിയാണ് നമ്മൾ അവസാനം കണ്ടുപിടിക്കുക. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് NaOH എന്നാണ് പറയുന്നതെങ്കിൽ NaOHന്റെ നോർമാലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നോർമാലിറ്റി ഓഫ് HCl ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ? നോർമാലിറ്റി ഓഫ് HCl ഈക്വൽ ടു എന്തായിരിക്കും? റൈറ്റ് സൈഡിലുള്ളവർ അങ്ങനെ തന്നെ ഉണ്ട്. എങ്ങനെയാണ്? നോർമാലിറ്റി ഓഫ് NaOH ഇൻറ്റു വോള്യൂം ഓഫ് NaOH അല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് വരുന്നുണ്ടായിരിക്കുക? ഇവിടെയുള്ള ഈ വോള്യൂം ഓഫ് HCl നേരെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ ആയിട്ട് മാറില്ലേ? അതാണ് കാര്യം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? വോള്യൂം ഓഫ് HCl. ഈ വാല്യൂസ് ഒക്കെ നമ്മൾക്ക് അറിയാം മക്കളെ. നോർമാലിറ്റി ഓഫ് NaOH നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടില്ല അല്ലേ? നോർമാലിറ്റി ഓഫ് NaOH എന്ന് പറഞ്ഞാൽ 0.0975 ഇൻറ്റു വോള്യൂം ഓഫ് NaOH എന്ന് പറഞ്ഞാൽ 20 ml ആണ്. ആ ml വേണ്ട, 20 ഡിവൈഡഡ് വോള്യൂം ഓഫ് HCl എന്ന് പറഞ്ഞാൽ 22 ആണ്. എല്ലാം ആദ്യം നിങ്ങൾ ചെയ്തു വെക്കുക. എങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാല്യൂ നോർമാലിറ്റി ഇൻറ്റു 20 ചെയ്യുക. ഇൻറ്റു 20 അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1.95 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 22 കൂടെ ചെയ്യുക.
ഇപ്പോൾ കിട്ടിയ ആൻസർ ഡിവൈഡഡ് ബൈ 22 ചെയ്താൽ കിട്ടുന്നത് 0.0886. ഒരു 4 ഡിജിറ്റുകൾ ഇട്ട് വെക്കുക, അത്രയും n. ഓക്കെ, നോർമാലിറ്റി ഓഫ് HCl കണ്ടുപിടിച്ചു. നോർമാലിറ്റി ഓഫ് HCl പോരാ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസ് ഓഫ് NaOH ആണ്. NaOHന്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? നോർമാലിറ്റി ഓഫ് HCl ആണ്. ഇതുവരെ ഓക്കെ. നമ്മൾ എന്തിന്റെ മാസാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ നോർമാലിറ്റി കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഇതുകൊണ്ട് എന്താ ഇത്ര വലിയ കാര്യം എന്നായിരിക്കും. അതായത് എന്തിന്റെ മാസാണോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ നോർമാലിറ്റി മാത്രമേ ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളൂ. നോർമാലിറ്റി ഓഫ് HCl നിന്ന് മാസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിപ്പോ എങ്ങനെയാണ് മാസ് കണ്ടുപിടിക്കുക? അതിനും വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷനിലോട്ട് പോയാൽ മതി. നോക്കിയാൽ മക്കളെ, ഇവിടെ തന്നിരിക്കുന്നതനുസരിച്ച് നമ്മൾക്ക് അറിയാവുന്ന കാര്യം എന്തൊക്കെയാ? നോർമാലിറ്റി ഓഫ് HCl ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. മാസ് പെർ ലിറ്റർ ഓഫ് HCl നമ്മൾക്ക് അറിയാം 36.5 അല്ലേ? നോർമാലിറ്റി നമ്മൾക്കറിയാം, മാസ് ഇക്വലന്റ് മാസ് നമ്മൾക്കറിയാം. എങ്കിൽ മാസ് പെർ ലിറ്റർ കണ്ടുപിടിച്ചുകൂടെ? ഈ ഇക്വേഷൻ നിന്ന് മാസ് പെർ ലിറ്റർ ഈക്വൽ ടു എന്തായിരിക്കും? നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? നോർമാലിറ്റി ഓഫ് NaOH. നോർമാലിറ്റി ഓഫ് NaOHൽ നിന്നും കുറച്ചുള്ള വോള്യം നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? നോർമാലിറ്റി ഓഫ് HCl. ഈ നോർമാലിറ്റി ഓഫ് HCl നിന്ന് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാൻ പോവാ. ഈ ഇക്വേഷൻ നിന്ന് മാസ് പെർ ലിറ്റർ ഈക്വൽ ടു എന്തെന്ന് വരുന്നു എന്ന് പറഞ്ഞേ മക്കളെ? മാസ് പെർ ലിറ്റർ ഓഫ് HCl. മാസ് പെർ ലിറ്റർ ഓഫ് HCl ഈക്വൽ എന്തായിരിക്കും? നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ്. നോർമാലിറ്റി ഓഫ് HCl ഇൻറ്റു ഇക്വാലന്റ് മാസ് ഓഫ് HCl. നോർമാലിറ്റി ഓഫ് HCl ഇപ്പോൾ നമുക്ക് കിട്ടി 0.0886 ഇൻറ്റു ഇക്വലന്റ് മാസ് എത്രയാണ്? 36.5. മോളാർ മാസ് ഡിവൈഡ് ബൈ 1 36.5 ഈക്വൽ ടു നമുക്ക് ചെയ്താൽ കിട്ടുന്നത്, ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, 3.23 ഗ്രാം പെർ ലിറ്റർ. ഗ്രാം പെർ ലിറ്റർ. കാരണം എന്താ? ഇത് മാസ് പെർ ലിറ്റർ ആണ്. മാസ് പെർ ലിറ്ററിന്റെ യൂണിറ്റ് ആണ് ഗ്രാം പെർ ലിറ്റർ. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് HCl എന്നാണ് തന്നിരിക്കുന്നത്. എസ്റ്റിമേറ്റ് ദ മാസ് പെർ ലിറ്റർ ഓഫ് HCl എന്നാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ക്വസ്റ്റ്യൻ എയിമായിട്ട് തരുന്നത് എസ്റ്റിമേറ്റ് ദ മാസ് പെർ ലിറ്റർ ഓഫ് HCl അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ദ മാസ് പെർ ലിറ്റർ ഓഫ് NaOH എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. കഴിഞ്ഞു. റിസൾട്ട് എഴുതി കൊടുക്കുകയേ വേണ്ടുള്ളൂ. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് എന്നാണ് ചോദിച്ചതെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. ഇപ്പൊ നമുക്ക് കിട്ടിയത് മാസ് പെർ ലിറ്റർ ആണ്. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്? മാസ് ആണ്. മാസ് ഓഫ് HCl. മാസ് ഓഫ് HCl ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ ആൻസർ ഇല്ലേ? എത്രയാണ്? 3.23 അല്ലേ? 3.23. ചെറിയൊരു പരിപാടിയും കൂടെ ചെയ്യണം. ഇതിന് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1000 എന്നുകൂടെ ചെയ്യണം. കാരണം തന്നിരിക്കുന്ന സാമ്പിളിനെ നമ്മൾ 100 ml മാറ്റിയിട്ട് ലിറ്ററിലോട്ടൊക്കെയുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1000 എന്നുകൂടെ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ വെട്ടിയാൽ എത്രയാണ് കിട്ടുക? 20. ഈ 20 പോയി. ബാക്കിയുള്ള നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക മക്കളെ? 0.0323 ഗ്രാം. ഇതിന്റെ യൂണിറ്റ് ഗ്രാം ആണ്. കാരണം എന്താ? മാസാണ്. മാസാണ് ചോദിച്ചതെങ്കിൽ ഗ്രാം ആണ്. മാസ് പെർ ലിറ്റർ ആണ് ചോദിച്ചെങ്കിൽ ഗ്രാം പെർ ലിറ്റർ ആണ്. വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് റിസൾട്ട് കൂടെ എഴുതി കൊടുക്കണം. റിസൾട്ടിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോർമാലിറ്റി ഓഫ് HCl. എത്രയാണ് മക്കളെ നോർമാലിറ്റി ഓഫ് HCl? നോർമാലിറ്റി ഓഫ് HCl എന്ന് പറഞ്ഞാൽ 0.0886 886 ആണ്. ഇനി നമുക്ക് മാസ് ഓഫ് HCl അല്ലേ? മാസ് ഓഫ് HCl എത്ര കിട്ടി? 0.0323 ഗ്രാം എന്ന് കിട്ടി. ഇത് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. 18 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. ടൈട്രേഷൻ ചെയ്യുന്നതിന് 15 മാർക്ക്, ഈ കാൽക്കുലേഷൻ അടക്കം ഇതുവരെ ചെയ്ത് കൊടുക്കുന്നതിന് 15 മാർക്കും ആദ്യം എഴുതിയ പ്രിൻസിപ്പളും പ്രൊസീജറിനും കൂടെ 3 മാർക്കും കൂടെ 18 മാർക്കാണ് കിട്ടുന്നത്. സാൾട്ട് അനാലിസിസും കൂടെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് 16 മാർക്ക്, വൈവയ്ക്ക് 2 മാർക്ക്, അതിനുശേഷം റെക്കോർഡ് നോക്കിയാൽ 4 മാർക്ക്, 40 മാർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല എളുപ്പത്തിൽ മനസ്സിലാക്കി എടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ എക്സാമിന് എല്ലാവരും നല്ല രീതിക്ക് പെർഫോം ചെയ്യുക. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.